തെയ്യം കാണുന്നുള്ള കുറേ വർഷത്തെ ആഗ്രഹം ഇപ്പം സാധിച്ച്. അതിന് അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നലെ രാത്രി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് 4 മണിയാകുമ്പോൾ നമ്മൾ ഗുളികനെ കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെട്ടുന്നതാണല്ലോ ദൈവമേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോയി. അപ്പോൾ 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ 3:15 ആയപ്പോഴാണ് പോകുന്നത്. പിന്നെ ഒന്ന് ചുമ്മാ ഒന്ന് കുറച്ച് നേരം കിടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ കിടന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ എണീക്കാനേ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് ഗുളികനെ കാണാനായിട്ട് പറ്റിയില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ രാവിലെ നമ്മൾ റൂമിൽ വന്ന് കുളിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്, അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും അങ്ങനെ എല്ലാവരും ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ കാണണം. അപ്പോൾ അതാണ് രാവിലെ തന്നെ പ്ലാൻ. ഇപ്പം തന്നെ 9:15 എണീറ്റപ്പോൾ ഒരു സമയമായി. എല്ലാവരും 7:30 8 മണിയൊക്കെ ആയി എണീറ്റ് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് കണ്ടത് ഇവിടെ വെട്ടില്ല ശരി. ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാവരും റെഡിയായി. അമ്മ ശരി, അങ്ങനെ എല്ലാവരും ഇവിടെ റെഡിയായി ഗൈസ്. നമ്മളിനി പോവുകയാണ്. നമ്മളപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിരുവൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കണേണ്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മറ്റേ വർണ്ണക്കടലാസുകളൊക്കെ ഇന്നലത്തെ തലേ ദിവസത്തെ ഇവിടെ DJ ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ മതിലൊക്കെ ഇങ്ങനെ വെട്ടുകല്ല് വെച്ചിട്ടുള്ള മതിലുകളൊക്കെയാണ് കേട്ടോ മൊത്തം. അപ്പോൾ അമ്പലത്തിൽ എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാണ് ചെറിയ മുത്തപ്പൻ, പിന്നെ വലിയ മുത്തപ്പനും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ മുത്തപ്പനെ കാണാനായിട്ടാണ് പോയത്. അപ്പോൾ അമ്മയും മിന്നുവാണ് ആദ്യം കണ്ടത്. നമ്മൾ ക്യൂവിലാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയായിരിക്കും, നമ്മൾ കുറേ വീഡിയോസിൽ, ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ വിചാരിച്ചിട്ടുള്ള കാര്യമാണ് എന്തായാലും കാണണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് നേരിട്ടൊരു അവസരം കിട്ടിയത്. അപ്പോൾ അത് എൻ്റെ ഊഴമാണ്. ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് അവർ പറയണമെന്നും ശരിക്കും നമുക്ക് മനസ്സിലാവില്ല, ഭാഷ വേറെയാണ്. പക്ഷേ എന്തായാലും ലാസ്റ്റ് അവസാനം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തലയിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് എന്തിനും മുത്തപ്പൻ കൂടെ ഉണ്ടെന്നൊരു പറച്ചിൽ പറയും. ആ ഒരു വാക്കിൽ നമ്മൾ വീണു പോകും. അത്ര നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും അങ്ങോട്ട് അലിഞ്ഞു പോണ പോലെ ആയിരിക്കും. എന്താണ് അതിനുള്ള മാജിക് എന്ന് മനസ്സിലാവണില്ല. ശരിക്കും വേറെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു. അതനുസരിച്ച് തന്നെ അറിയണം. ഞങ്ങളെല്ലാവരും പോയി കണ്ടായിരുന്നു കേട്ടോ മുത്തപ്പന. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞത്. വലിയ മുത്തപ്പനെ കാണാനുള്ള ക്യൂ ആണ് കേട്ടോ ആ കാണുന്നത്. കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഈ വലിയ മുത്തപ്പൻ എന്ന് പറയുന്നത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ മുത്തപ്പൻ എല്ലായ്പ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കും. ഓരോന്നും ചെയ്യുമ്പോൾ ചെറിയ മുത്തപ്പനാണ് കേട്ടോ വരാറ്. നമ്മൾ മുത്തപ്പനൊക്കെ കണ്ടു കഴിഞ്ഞ് പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മളെല്ലാവരും എത്തിക്കാൻ പോകും ഗൈസ്. നമുക്ക് പായസമൊക്കെ കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ്. ഇത് ഏതാണ് ഈ മുതൽ? ഞാനേ ഹന്നിൻ്റെ ഇട അവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോതി തെയ്യം കാണാൻ വേണ്ടി പോണേണ്. ഉച്ചയാകുമ്പോഴാട്ടോ ഇറങ്ങുന്നു പറഞ്ഞത്. ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറയണേ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്. നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറവിടെ നിർത്തിയിട്ടിട്ട്, കാരണം ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. കാറവിടെ നിർത്തിയിട്ടിട്ട് നടക്കാം അമ്പലത്തേക്ക്. അപ്പോൾ പോതിത്തെയ്യത്തിനെ കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾ മുത്തപ്പനെ കാണാൻ വന്നപ്പോൾ ഇത്ര തിരക്കുണ്ടായില്ല. ഇപ്പോഴും വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും അവിടെ ഉണ്ട്. അവരെ കാണാനും കൂടിയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ പോതിത്തെയ്യത്തിൻ്റെ ടൈം ആകുമ്പോൾ ഇതൊന്നല്ല, ആൾക്കാർ ഇതിനേലും വലുതായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം ഇതിന്
ചുറ്റും ആൾക്കാരാണ്. പിന്നെ ഈ മുകളിലോട്ട് കയറി പോകുമ്പോൾ മുകളിലോട്ട് കയറി പോകുന്നിടത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് പോതിത്തെയ്യം കെട്ടാനുള്ള ആളാണ് അത്. അപ്പോൾ അതിനെ ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയിൽ ഓരോരോ പാട്ടുകളും ചെണ്ടകൊട്ടുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ എല്ലാവരും മുകളിലോട്ട് കയറാണ്ടപ്പോൾ ഞങ്ങളും കയറിയിട്ട് കാണുമായിരുന്നു. കാരണം ഇതൊക്കെ വെറൈറ്റിയാണ്, ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ കിട്ടുന്ന അവസരം മുതലാക്കാന്ന് പറയില്ലേ. അപ്പോൾ എല്ലാവരും പിള്ളേഴ്സ് എല്ലാ സെറ്റുകളും അവിടെ നിന്ന് കാണായിരുന്നിട്ട് ഇത്. അപ്പോൾ ഇതല്ല, ഇതിൽ കൂടി കുറച്ചും കൂടി സമയങ്ങളും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും കേട്ടോ വരാൻ. നമ്മളപ്പോൾ അതേ ഈ കാണുന്ന സ്റ്റെപ്പിൻ്റെ മുകളിലാണ് കേട്ടോ നേരത്തെ കയറി കണ്ടത്. ഇതിൻ്റെ താഴേക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഓടി വരും. അപ്പോൾ ഇങ്ങനെ ചെവിട്ടിൽ ഇവിടെ എല്ലാവരും കൂടി നിന്നിട്ട് ഇങ്ങനെ കൂകും. അതാണ് ഈ പോതിത്തെയ്യത്തിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ തെയ്യം അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ രണ്ടുപേരും അപ്പുറം പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ ചുറ്റിനും ആൾക്കാർ നിന്ന് ഇങ്ങനെ കൂകി വിളിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ദേ പോതിത്തെയ്യം അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അത് കാണാനുള്ള തിരക്കൊക്കെ ആട്ടോ കാണുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു വരമ്പത്താണ് നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഒന്നും കാണില്ല. ഞാനൊക്കെ ആ മതിൽ പോലെ ഒരു സംഭവം കിട്ടി, അതിൻ്റെ മേലെ നിന്നിട്ടാണ് ഈ കണ്ടത്. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ടാണ് ഈ ക്ലിപ്സൊക്കെ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ പോതിത്തെയ്യം വന്നിട്ട് ചെറിയ മുത്തപ്പൻ്റെയും വലിയ മുത്തപ്പൻ്റെയും അനുഗ്രഹം വാങ്ങുന്ന സീനാണ് കേട്ടത്. അപ്പോൾ ആ ടൈമിലൊക്കെ ആൾക്കാർ അവിടെ നിന്ന് മറ്റിങ്ങനെ ആർപ്പുവിളിയും കൂകുവിളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒച്ചെടുത്തോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ ആ ഒരു മുത്തപ്പൻ്റെ മുന്നിൽ നിന്നിട്ട് പിന്നെ ഓരോരുത്തർക്കും അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അതൊക്കെ കുറേ ടൈം എടുക്കും. നമുക്ക് അവിടെ നിന്ന് പോരേണ്ടതിനാൽ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോതിത്തെയ്യത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വേഗം വീട്ടിലെത്തണ്ടേ. അതുകൊണ്ട് നേരെ നമ്മൾ അവിടെ നിന്ന് വേഗം പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു, അപ്പോൾ ഭക്ഷണം കഴിക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് പോതിത്തെയ്യമൊക്കെ കണ്ടതിന് ശേഷം മുത്തപ്പനെയും എല്ലാവരും ഒന്നും കൂടി കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോന്നിട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫുഡ്. നമുക്കൊരു കിണ്ണത്തിൽ സാമ്പാർ, ചോറ്, അവിയൽ, തോരൻ, അച്ചാർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി ഒരുമിച്ചിട്ട് തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കുഴച്ച് കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ട് തൊഴുത് പോരണന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. ഞാനാണെങ്കിൽ ഇതുവരെയും പഴശ്ശിനിക്കടവിൽ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അതുപോലെ തന്നെ തെയ്യം ഒരു സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു ഇത്. ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തീരുമാനിക്കുകയായിരുന്നു പോവാം എന്ന്. അതുവരെയും നമ്മളിങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പഴശ്ശിനിക്കടവിലേക്കാണ്. ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. എന്തായാലും വീട്ടിലെത്തുമ്പോൾ പഴശ്ശിനിക്കടവും കണ്ട് അവിടെ നിന്ന് വീട്ടിലെത്തുമ്പോൾ ഏകദേശം രാത്രിയാവും. ഇനി എന്തായാലും നമ്മൾ പഴശ്ശിനിക്കടവ് എത്തിയിട്ട് കാണാം. എല്ലാവരും റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാനായിട്ട് താഴത്തോട്ട് പോയിട്ടുണ്ട്. താഴത്തോട്ട് പോയിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ പഴശ്ശിനിക്കടവിലേക്ക് പോവാം. നമ്മളപ്പോൾ നമ്മുടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇനി നേരെ പഴശ്ശിനിക്കടവിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് വരെ വന്നിട്ട് പോയില്ലെങ്കിൽ അതൊരു മോശമാവും. പിന്നെ ഇതുവരെയും പഴശ്ശിനിക്കടവ് പോയിട്ടില്ല ഞാൻ. അപ്പോൾ രാവിലെ ഒന്നും മര്യാദക്ക് ഇന്നലത്തെ തലേ ദിവസം ഒന്നും ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ട് കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി തലേദിവസം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒക്കെ ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂർ എങ്ങാണ്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പഴശ്ശിനിക്കടവിലേക്ക്. അപ്പോൾ അതേ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കാറിട്ടിട്ട് അങ്ങോട്ട് കുറേ നടക്കാനുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്.
അപ്പോൾ പറഞ്ഞ പോലെ കാർ അവിടെ നിർത്തിയതിന് ശേഷം കുറേ നടക്കാനുണ്ടായിരുന്നു. നടക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റെപ്പ് കയറ്റം, സ്റ്റെപ്പ് ഇറക്കം, കയറ്റം ഇറക്കം ഇത് തന്നെയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടല്ല അടുത്തെത്തിയപ്പോഴേക്കും ചുറ്റും ഓപ്പോസിറ്റുകൾ ഇങ്ങനെ കടകൾ ഉള്ളിൽ കൂടിയാണ് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ ഓരോന്നും കണ്ട് പോകാൻ. കുപ്പിവളകളായിരുന്നു അവിടെ കൂടുതലും ഞാൻ കണ്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുത്, അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിലെത്തി തൊഴുത് നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിൻ്റെ അവിടെ ഉള്ള ആ ഒരു പുഴയുണ്ടല്ലോ അവിടെ കാലക്കിട്ട് ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ പ്രസാദം, അതായത് പയറ് വേവിച്ചതും പിന്നെ തേങ്ങാക്കൊത്തും ഇതാണ്. പിന്നെ അവിടുത്തെ ഒരു കട്ടൻ ചായയുണ്ട്, ഇതാണ് മെയിൻ. പിന്നെ ഇതാ പോണണ്ട ചേട്ടൻ ഒരു കുന്നുപോലെ ഗ്ലാസ് അടക്കി വെച്ചിട്ട് അതാണ് ഇവിടുത്തെ മെയിൻ സാധനം. എങ്ങനെ അടക്കി വെച്ചാലും അത് കയ്യിൽ നിന്ന് പോകില്ല. പഴശ്ശിനിക്കടവൊക്കെ തൊഴുത് ഇറങ്ങി. അപ്പോൾ നമ്മൾ വണ്ടി വരാനുള്ള വെയിറ്റിങ്ങിലാണ്. നടുറോട്ടിലിരിക്കുകയാണ്. ലുക്ക് മുന്നിൽ റോഡാണ്. അമ്മ മൈപ്പിയിലൊക്കെ വാങ്ങി തോണ്ട് പോപ്കോൺ. റോഡ് സൈഡാണ് രണ്ട്. നമ്മളിപ്പോൾ മുഴുപ്പിലങ്ങാട് വീട്ടിലോട്ട് പോണ വഴി മുഴുപ്പിലങ്ങാട് ബീച്ചിലോട്ട് വന്നേക്കാം കേട്ടോ. അമ്മക്ക് പേടിയാണ് കടലിൽ ഇറങ്ങാനായിട്ട്. എൻ്റെ അമ്മ പോണുണ്ട് കടലിൽ ഇറങ്ങാന്നും പറഞ്ഞ് പോണുണ്ട്. ഇതിലെ വണ്ടി വരുന്ന സ്ഥലമാണ്, ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് മറ്റേ ഡ്രൈവിങ് സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയതാണ്. ഈ ബീച്ചിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ബീച്ചിൽ കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ഗൈസ്, നമ്മള് മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ് നിൽക്കുന്നത്. ഇത്ര നല്ല ബീച്ച് ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകണം. എന്തെങ്കിലും ഞം അടിക്കണം, സ്നാക്സ് അങ്ങനെ വല്ലതും കഴിക്കണം. പിന്നെ പോണ വഴി ഫുഡ് കഴിക്കാൻ കയറണം. ഇതാണ് പ്ലാൻ. പിന്നെ നേരിട്ട് അവിടെ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോകും. വീട്ടിലെത്തുമ്പോൾ മിക്കവാറും 1:30 ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ 6 മണിയായി ഗൈസ്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് പോവാണ്. ഇവിടെ നല്ല ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ മുഴുപ്പിലങ്ങാട് ബീച്ചിലൊക്കെ പോയി. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു കോഴിക്കോട്. അവിടെ നിന്ന് രാത്രിക്കാലത്തെ ഫുഡൊക്കെ തട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തന്നെ ഏകദേശം 12 മണിയായിട്ട് കോഴിക്കോട് നിന്ന് പോകുന്നപ്പോൾ തന്നെ വീട്ടിലെത്തിയപ്പോൾ 4 മണിയോടെ എങ്ങാണ്ട് അടുത്തായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കണ്ണൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരു അൺപ്ലാനഡ് ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ.